ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള അടയാണ്. അപ്പോൾ നല്ല പഴുത്ത ചക്കയാണ്. അത് വേവിച്ച് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കാണുന്നത്. അതിലൂടെ തേങ്ങ ചിരവിയതും ജീരകം ഏലക്കപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തതുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ശർക്കര പാനിയും. നല്ല മധുരമുള്ള ശർക്കര ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ചേർക്കാം കേട്ടോ. നല്ല വേണ്ടവർക്കാണെങ്കിൽ ഓരോരുത്തരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ശർക്കര പാനിയും തേങ്ങയും ചക്ക വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നതിന് ശേഷമാണ് ഞാൻ പൊടിയിടുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം. അതായത് അരിപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലേക്ക് പകർത്തി വയ്ക്കാം കേട്ടോ. അതായത് ഇലയിലേക്ക് ആക്കിയിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചക്കയുടെ റെഡിയായി ഗൈസ്. അപ്പോൾ എല്ലാവരും ചക്കയുടെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.